ദേവപഞ്ചമി ഭാഗം 15. എനിക്ക് സാറിനെ പോലെ ഒരാളുടെ സഹായം കൂടിയേ തീരൂ. അതെനിക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ. അവൾ പറഞ്ഞതും ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ശരി, ഞാൻ തന്നെ സഹായിക്കാം. പക്ഷേ തിരിച്ച് താൻ എന്നെ ഒന്ന് സഹായിക്കണം. ആര്യൻ പറഞ്ഞതും അവൾ മനസ്സിലാവാത്തതുപോലെ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. വേറെയൊന്നുമല്ല, ഞാൻ വളച്ചു കെട്ടാതെ തന്നെ കാര്യം പറയാം. നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരുന്നിടത്തു നിന്ന് അവൾ എഴുന്നേറ്റ് പോയിരുന്നു. ആ സമയം താൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ താൻ പറഞ്ഞത് എല്ലാം, തൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം, തൻ്റെ അച്ഛൻ്റെ ബിസിനസ്, എന്തിന് ആ വീട്, അമ്പാട്ട് തറവാട്, അതുപോലും തൻ്റെ അച്ഛൻ്റെയാണ്. അതെല്ലാം ഞാൻ തനിക്ക് നേടിത്തരും. സമ്മതമാണോ? നാളെ രാവിലെ എന്നോട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി. അവൻ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ അവൻ പോയ വഴിയെ നോക്കി. പിന്നെ ആ സോഫയിലേക്ക് തന്നെ ഇരുന്നു. എന്താ ഇപ്പോൾ പറഞ്ഞത്? ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ? അവൾ സ്വയം ആലോചിച്ചു കൊണ്ടിരുന്നു. സഹായിക്കണമെന്ന് താൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് പിടിപാടെല്ലാം ഉണ്ടാവൂല്ലേ? അപ്പോൾ തൻ്റെ അച്ഛൻ്റെ ആ സ്വത്തുക്കളെല്ലാം തനിക്ക് തിരിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അവൾ സ്വയം ആലോചിച്ചുകൊണ്ടിരുന്നു. അവൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇല്ല, അദ്ദേഹമൊന്നും തന്നോട് അങ്ങനെ പറയില്ല. തനിക്ക് തോന്നിയതാ. ഇതൊക്കെയാണ് എന്നെല്ലാം ആലോചിച്ച് സ്വയം നെറ്റിയിലടിച്ചും പിന്നെയും വീണ്ടും ആലോചനയോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഇടയ്ക്ക് സോഫയിൽ ഇരിക്കുകയും ചെയ്യുന്ന അവളെ കുഞ്ഞിനെ ബെഡിൽ കിടത്തിക്കൊണ്ട് ആ ബെഡിൽ തന്നെ ചരിഞ്ഞു കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് അവൻ കാണുന്നുണ്ടായിരുന്നു. അവളുടെ കോപ്രായങ്ങളെല്ലാം കണ്ടപ്പോൾ അവൻ്റെ നെറ്റി ചുളുങ്ങി. ഇവൾക്കിത് എന്താ പറ്റിയത്? അവൻ മനസ്സിൽ ചിന്തിച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവളുടെ നടപ്പും ഇരിപ്പും ഒന്നും കഴിയുന്നില്ല എന്ന് കണ്ടതും കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങി. അവൻ കുഞ്ഞിനെയും എടുത്ത് ബാൽക്കണിയിലേക്ക് ചെന്നു. മോളെ തോളിൽ കിടത്തി പതിയെ തട്ടിക്കൊടുത്തു. കുഞ്ഞ് പതിയെ ഉറങ്ങി വരുന്നു. എന്നാൽ വീണ്ടും ഞെട്ടി കണ്ണുകൾ തുറക്കുന്നു. പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് നോക്കുന്നു. ഇതെല്ലാം കണ്ട് ആര്യൻ അവളെയാണ് കുഞ്ഞ് നോക്കുന്നത് എന്ന് തോന്നി. ഈ ദിവസം കൊണ്ട് തന്നെ കുഞ്ഞ് എത്രമാത്രം അവളുമായിട്ട് അടുത്തു എന്ന് അവന് മനസ്സിലായി. അവൻ കുറച്ച് സമയം കൂടി കുഞ്ഞിനെയും കൊണ്ട് നടന്നു. പതിയെ കുഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി എന്ന് കണ്ടതും അവൻ കുഞ്ഞിനെ കൊണ്ടുപോയി ബെഡിൽ കിടത്തി. പിന്നെ മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശി നല്ല ഉറക്കമാണ് എന്ന് കണ്ട് കുഞ്ഞിൻ്റെ രണ്ട് സൈഡും പില്ലോ വെച്ചുകൊണ്ട് അവൻ വീണ്ടും എഴുന്നേറ്റ് ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവിടെയുള്ള വിൻഡോ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അല്പസമയം അവളെ നോക്കി നിന്നു. എന്തോ കാര്യമായി ചിന്തയിലാണെന്ന് അവന് മനസ്സിലായി. പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. താൻ അവിടെ വന്ന് നിന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ല. അത്രയും ഗാഢമായ ചിന്തയിലാണ് അവളെന്ന് മനസ്സിലായതും ദേവപഞ്ചമി പെട്ടെന്ന് അവൻ്റെ വിളി കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. താൻ ഇപ്പോൾ തന്നെ ആലോചിച്ച് മറുപടി പറയാൻ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല. തനിക്ക് ആലോചിക്കാൻ ഇന്ന് രാത്രിയും നാളെയും സമയമുണ്ട്. തൻ്റെ മറുപടി എപ്പോഴാണെങ്കിലും പറഞ്ഞാൽ മതി. പക്ഷേ അത് ഇവിടെ നിന്നും മുത്തശ്ശിയെ ഡിസ്ചാർജായി പുലിക്കാട്ടിൽ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വേണം എന്ന് മാത്രം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം. നമ്മൾ വിവാഹം കഴിച്ചു എന്ന് കരുതി താൻ എൻ്റെ ഭാര്യയായിരിക്കില്ല. എന്താ? പെട്ടെന്ന് അവൾ ചോദിച്ചു. അതെ, എല്ലാവരുടെയും മുന്നിൽ താൻ എൻ്റെ ഭാര്യയാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ ഞാൻ തൻ്റെ ഭാര്യയായിരിക്കില്ല. എൻ്റെ മോളെ നോക്കാൻ വന്ന ഒരു ആയ, അതിനപ്പുറം ഒരു ബന്ധവും നമ്മൾ തമ്മിൽ ഉണ്ടാക്കില്ല. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഒന്നുമില്ലടോ. ബാക്കിയുള്ളവരുടെ മുന്നിൽ, എൻ്റെ വീട്ടുകാരുടെ മുന്നിലും തൻ്റെ വീട്ടുകാരുടെ മുന്നിലും ഈ ലോകത്തിന് മുന്നിലും ഞാൻ തൻ്റെ ഭർത്താവായിരിക്കും. ഒരു ഭർത്താവിൻ്റെതായ സംരക്ഷണം, കരുതൽ, അങ്ങനെ എല്ലാം ഞാൻ തനിക്ക് തരും. പക്ഷേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ നമുക്കിടയിൽ ഉണ്ടാക്കില്ല. അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഡിമാൻഡ്സ് ഒന്നും എനിക്കില്ല. ഇതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നും ഉണ്ടാകില്ല. മറിച്ച് ലാഭം മാത്രമേ ഉണ്ടാകൂ. തന്നെ ആരും ഉപദ്രവിക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ വേദനിപ്പിക്കില്ല. ഈ പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥിൻ്റെ ഭാര്യയെ ഒരാളും വേദനിപ്പിക്കില്ല. എൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട എല്ലാ റെസ്പെക്റ്റും എല്ലാ സ്നേഹവും തനിക്ക് കിട്ടും. തനിക്ക് എവിടെ വേണമെങ്കിലും ഈ നാട്ടിലോ ഏത് നാട്ടിൽ വേണമെങ്കിലും ഇറങ്ങി നടക്കാനും പറ്റും.
ആരും തന്നെ ഒന്ന് നോക്കാൻ പോലും തയ്യാറാവില്ല. ആ ഒരു ഉറപ്പ് തനിക്ക് ഈ വിവാഹത്തിലൂടെ കിട്ടും. കൂടിപ്പോയാൽ ഒരു 3 വർഷം തനിക്ക് എൻ്റെ ഒപ്പം ആ ഒരു ലേബലിൽ ജീവിക്കാം. പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവീറിൻ്റെ ഭാര്യ. അത് കഴിയുമ്പോഴേക്കും തൻ്റെ പഠിത്തവും പൂർത്തിയാക്കി തനിക്ക് തൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അച്ഛനുള്ളപ്പോൾ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഭംഗിയായിട്ട് തൻ്റെ ബിസിനസ് എല്ലാം നോക്കി തൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കും. ഒന്നുപോലും തൻ്റെ അച്ഛൻ ഉണ്ടാക്കിയത് നഷ്ടപ്പെടാതെ. അതാണ് ഞാൻ തനിക്ക് തരുന്ന സമ്മാനം. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിവിടെ വെച്ച് മറക്കാം. പിന്നെ വിവാഹം ലീഗലി ആയിരിക്കും. അതുകൊണ്ട് 3 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് ഞാൻ തരും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തോടെ നമ്മൾ വിവാഹബന്ധം വേർപ്പെടും. അതുവരെ തനിക്ക് എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ അവകാശങ്ങളും ഈ ആര്യവീറിൻ്റെ പേരിൽ തനിക്ക് ലഭിക്കും, അവൻ പറഞ്ഞു. അവളുടെ മുഖത്ത് ഒന്നുകൂടി നോക്കി അവൻ തിരിഞ്ഞു നടന്നതും എനിക്ക് സമ്മതാണ്. പെട്ടെന്ന് അവൾ പറഞ്ഞതും അവൻ തിരിഞ്ഞു നിന്നു. പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം പോസിറ്റീവ് വശം മാത്രമാണ്. പക്ഷേ നെഗറ്റീവ് വശം കൂടിയുണ്ട്. എന്നെ വിവാഹം കഴിക്കുന്നതിലൂടെ തനിക്ക് ഒരുപാട് ശത്രുക്കൾ കൂടിയുണ്ടാകും. എന്നെ ടാർഗറ്റ് ചെയ്യുന്നവർ തന്നെയും ടാർഗറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ നേരെ ഉള്ളതുപോലെ തന്നെ. അതുകൊണ്ട് ഇത്തിരി റിസ്ക് പിടിച്ച ഒരു കാര്യമാണ് ഈ ആര്യവീറിൻ്റെ ഭാര്യ പദവി. തനിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. തൻ്റെ ജീവന് ഒരാപത്തും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ വരരുത്. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു എഗ്രിമെൻ്റ് ആക്കിയിട്ടായിരിക്കും നമ്മളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അതിലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കിയിട്ട് തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം. ഇവിടെ നിന്നും തിരിച്ച് മുത്തശ്ശിയെയും കൊണ്ട് പുലിക്കാട്ടിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ആര്യവീർ വീരേന്ദ്രനാഥിൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് താൻ കൂടി വേണം. അങ്ങനെയായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പോകാൻ. ഇനിയും ആലോചിക്കണമെങ്കിൽ ആലോചിക്കാം. പിന്നീട് മാറ്റി പറയാൻ പറ്റില്ല. തനിക്ക് സമ്മതമാണെങ്കിൽ നാളെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യും നമ്മൾ രണ്ടുപേരും. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി തൻ്റെ കയ്യിലും ഉണ്ടാകും, അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ടാകും. അതിനുശേഷം നമ്മൾ പുലിക്കാട്ടിൽ വീട്ടിലേക്ക്. പിന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ അമ്പാട്ട് വീട്ടിലേക്ക് പോകും, തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്. ബാക്കി ശുദ്ധികലശം അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ എന്ത് പറയുന്നു? ഉറപ്പിച്ചോ? ഇപ്പോൾ പറഞ്ഞ തീരുമാനത്തിൽ നിന്നും മാറ്റമുണ്ടോ തനിക്ക്? വീണ്ടും ആര്യവീർ ചോദിച്ചു. ഇല്ല, എനിക്ക് സമ്മതമാണ്, അവൾ വീണ്ടും പറഞ്ഞു. ഓക്കെ, എന്നാ നാളെ നമ്മൾ വിവാഹിതരാകുന്നു. നാളെയോ? അതെ, നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മൾ ലീഗലി ഭാര്യ ഭർത്താക്കന്മാരാകുന്നു, ആര്യൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു. വാതിൽ തുറക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി. മോളെയും എടുത്ത് ഈ ബെഡിൽ കിടന്നോളൂ, അവൻ അവിടെ ഇട്ടിരിക്കുന്ന ബെഡ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. സാറും മോളും ഇവിടെ കിടന്നോളൂ, ഞാൻ മുത്തശ്ശിയുടെ കൂടെ ഇരുന്നോളാം, അവൾ പറഞ്ഞു. വേണ്ട, അവൾ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് തന്നെ ഞാൻ ഉറക്കിയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അത് തന്നെ അന്വേഷിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് താനും കുഞ്ഞും കൂടി ഇവിടെ കിടന്നു, ഞാൻ മുത്തശ്ശിയെ നോക്കിക്കൊള്ളാം, അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അല്പസമയം കൂടി അവൾ അവിടെ തനിച്ചിരുന്നതിന് ശേഷമാണ് മുത്തശ്ശി കിടക്കുന്ന റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയത്. അപ്പോൾ ബാൽക്കണിയിൽ നിന്നും അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. കുഞ്ഞിനെ കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം കുഞ്ഞിനെ 2 കൈകൾ കൊണ്ടും എടുത്ത് അവളുടെ മാറോട് ചേർത്ത് പിടിച്ചു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. മുത്തശ്ശി നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ കുഞ്ഞിനെയും കൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ പോകുന്നതെല്ലാം ബാൽക്കണിയിൽ നിന്നും അവൻ കാണുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ നോക്കി നിന്നതും അവൻ കണ്ടു. കുഞ്ഞിനെ കൊണ്ടുപോയി ബെഡിൽ കിടത്തിയതിന് ശേഷം അവൾ ഫോൺ എടുത്ത് വരദയെ വിളിച്ചു. 2-3 പ്രാവശ്യം റിങ് ചെയ്തതിന് ശേഷമാണ് ഫോൺ എടുത്തത്. നീ ഉറങ്ങിയായിരുന്നോ? അവൾ ചോദിച്ചു. ഇല്ലടാ, ഇവിടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. എന്താടാ ഈ നേരത്ത്?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. അത് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് നിന്നോട് മാത്രമല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നിൻ്റെ അച്ഛനാണ്. അച്ഛയോടും കൂടി വേണം എനിക്ക് സംസാരിക്കാൻ, അവൾ പറഞ്ഞു. ഞാൻ അച്ഛയൊന്ന് നോക്കട്ടെ. എടാ, അയാൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? വരദ അച്ഛനെ നോക്കുന്നതിൻ്റെ ഇടയിലും ചോദിച്ചു. ഇല്ല, അതൊന്നുമല്ല. ആ, ദേ അച്ഛൻ നിൽക്കുന്നു. അച്ഛാ, വരദ വിളിച്ചതും എന്താ, ഒന്ന് വരുമോ? ആ, ദാ വരുന്നു. വരദ, അമ്മയെ കൂടി വിളിക്ക്. എന്താടാ, നീ എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലേ? പ്ലീസ് വരദ, അമ്മയെ കൂടി വിളിക്ക്. എന്നിട്ട് നീ വീഡിയോ കോളിൽ വാ, എനിക്ക് സംസാരിക്കണം. ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വരദ അപ്പോൾ തന്നെ ചെന്ന് അച്ഛനെയും അമ്മയെയും കൂട്ടി അവരുടെ റൂമിലേക്ക് കയറി. എന്താ അവിടെ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ നീ എന്തേ റൂം അടച്ചിട്ട് കാണിക്കുന്നത്? അവളുടെ അമ്മ അവളോട് ദേഷ്യപ്പെട്ടു. എൻ്റെ പൊന്നമ്മേ, ദേഷ്യപ്പെടല്ലേ. എന്നെ ഇപ്പോൾ പഞ്ചമി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മളോട് എല്ലാവരോടും സംസാരിക്കണമെന്ന്. എന്തുപറ്റി? മോൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് വരദയുടെ അമ്മ ചോദിച്ചു. അറിയില്ല, അവളൊന്നും പറഞ്ഞില്ല. വീഡിയോ കോളിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വരദ വീഡിയോ കോൾ ഓണാക്കിയതും അവളുടെ അപ്പുറവും ഇപ്പുറവുമായി അച്ഛനും അമ്മയും വന്ന് നിന്നു. അവിടെ പഞ്ചമിയുടെ മുഖം കണ്ടതും എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരദയുടെ അമ്മ ചോദിച്ചു. ഇല്ലമ്മ, പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളോട് കൂടി അനുവാദം ചോദിക്കണമെന്ന് കരുതി. എന്ത് തീരുമാനം? എന്താ നീ എടുക്കാൻ പോകുന്ന തീരുമാനം? പെട്ടെന്ന് വരദ ചോദിച്ചു. നീ പേടിക്കണ്ട. ഇന്ന് എന്നോട് ആര്യൻ സാറ് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? വിജയകുമാർ ചോദിച്ചു. അച്ഛാ, അത് പിന്നെ ശ്രാവൺ പിന്നീട് അങ്ങോട്ട് അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ തന്നെയാണോ മോളെ? ഉറപ്പാണോ നിനക്ക്? അതെ അച്ഛാ, എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ആര്യവീർ സാർ. സാറ് തന്നെ എന്നോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു. പിന്നെ അതിനു മുമ്പ് എന്നോട് സിദ്ധാർത്ഥ് സാറ് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ ആര്യൻ സാറ് പറഞ്ഞത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശത്രുക്കൾ ഒന്ന് തന്നെയാണെന്ന്. എൻ്റെ ദൈവമേ, അപ്പോൾ കറക്റ്റായ സ്ഥലത്ത് തന്നെയാണോ ഞാൻ നിന്നെ കൊണ്ടുപോയി എത്തിച്ചത്? വരദ ചോദിച്ചതും അവളുടെ അച്ഛൻ അവളെ ഒന്ന് നോക്കി. പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞോ മോളെ? പറഞ്ഞച്ചാ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിനാണ് എനിക്ക് നിങ്ങളുടെ സമ്മതവും വേണ്ടത്, അവൾ പറഞ്ഞു. എൻ്റെ പൊന്നു പഞ്ചമി, നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. ഇനി എന്താ പ്രശ്നം? പ്രശ്നം നാളെ എൻ്റെ വിവാഹമാണ്. എന്താ, നാളെ നിൻ്റെ വിവാഹമോ? ശ്രാവൺ അവിടെ എത്തിയോ? നിന്നെ കണ്ടുപിടിച്ചോ? നീ അവരുടെ കസ്റ്റഡിയിലാണോ? ഇല്ല, നീ ടെൻഷനാവല്ലേ. വരദയുടെ വെപ്രാളത്തോടുള്ള മുഖവും എല്ലാം കണ്ടതും പഞ്ചമി വേഗം പറഞ്ഞു. പിന്നെ ആരാ നിന്നെ? ആര്യവീർ സാർ. സാറ് നാളെ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എന്താ, നിനക്ക് വല്ല തലക്കടിയുണ്ടോ? പെട്ടെന്ന് വരദ ചോദിച്ചു. ഇല്ലടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നോട് സാറ് ഇത്തിരി മുമ്പാണ് സംസാരിച്ചത്. ആലോചിക്കാനുള്ള സമയം തന്നിട്ടുണ്ട് എനിക്ക്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എനിക്ക് സമ്മതമാണ് അച്ഛേ. അത് മറ്റൊന്നും കൊണ്ടല്ല. ആര്യൻ സാറിൻ്റെ പണമോ പ്രശസ്തിയോ ഒന്നും കണ്ടിട്ടല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ കോളേജിൽ തന്നെ പഠിക്കാനുള്ള അവസരം തരാം, പഠനം കഴിയുന്നത് വരെ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് അദ്ദേഹം നോക്കി നടത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത്. അത് ഇത്രയും സുരക്ഷിതമായ ഒരു കൈകളിലാണെങ്കിൽ ഞാൻ പിന്നെ മറ്റെന്താ അച്ഛ പറയാനുള്ളത്? അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതം പറഞ്ഞു, അവൾ പറഞ്ഞു. വിജയകുമാർ ഞെട്ടലോടെ ഭാര്യയെ നോക്കി. ഭാര്യയും അതേ ഞെട്ടലിൽ തന്നെയായിരുന്നു. എന്നാൽ വരദ ഒന്നും മനസ്സിലാവാതെ കണ്ണുമിഴിച്ച് ഫോണിലൂടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വരദ, പഞ്ചമി വിളിച്ചതും, ദേവാ, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ. നീ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സ്വപ്നം കണ്ടതാണോ? അല്ല. പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതും പഞ്ചമി തിരിഞ്ഞു നോക്കി. റൂമിൻ്റെ വാതിക്കൽ നിൽക്കുന്ന ആര്യനെ കണ്ടതും അവൾ ഒരു ഞെട്ടലോടെ ഫോൺ മാറ്റി. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാങ്ങി പിടിച്ചു. സത്യമാണ് ദേവപഞ്ചമി പറഞ്ഞത്. നാളെ എൻ്റെയും ദേവപഞ്ചമിയുടെയും വിവാഹമാണ്.
ആര്യനെ മൊബൈൽ സ്ക്രീനിൽ കണ്ടതും വരദ ഫോൺ വേഗം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ അമ്മയുടെ പുറകിൽ വന്ന് നിന്നു. സാർ, അത് ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇയാളുടെ ശത്രുക്കൾ തന്നെ എൻ്റെയും ശത്രു ലിസ്റ്റിലുണ്ട്. പിന്നെ ഇയാൾക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാനും പേടി കൂടാതെ ജീവിക്കാനും ഇയാളുടെ പേരിൻ്റെ കൂടെ ആര്യവീർ എന്ന പേര് കൂടി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനും കുറച്ച് സമയം കൂടി കിട്ടും. എൻ്റെ മക്കൾക്ക് നല്ലൊരു അമ്മയാകാൻ ഇയാൾക്ക് സാധിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് എൻ്റെ ഈ തീരുമാനം, ആര്യവീർ പറഞ്ഞു. അത് കേട്ട് വിജയകുമാറിൻ്റെ ഭാര്യ വിജയകുമാറിനെ ഒന്ന് നോക്കി. സാർ, മോൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. സാറിനെ പോലെ ഒരാളുടെ കയ്യിൽ ദൈവമോള് സുരക്ഷിതയായിരിക്കും, വിജയകുമാറിൻ്റെ ഭാര്യ പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങളുടെ വിവാഹം. 3 പേരും വിവാഹത്തിന് പങ്കെടുക്കണം, ആര്യൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ദേവപഞ്ചമിയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് അവൻ നിർത്തി. അതുകൂടി കണ്ടതും അമ്മയുടെ പുറകിൽ നിന്ന വരദ വായം പൊളിച്ച് പതിയെ മുന്നിലേക്ക് വന്നു. അപ്പോൾ സത്യമായിട്ടും അവൾ സ്വപ്നം കണ്ടതല്ല അല്ലേ? വരദ ചോദിച്ചതും ആര്യൻ അവളെ ഒന്ന് നോക്കി. ഇല്ല, തൻ്റെ കൂട്ടുകാരി പറഞ്ഞത് സത്യമാണ്, ആര്യൻ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.